അതെ, അതായത് നേരത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധിയിൽ ചില കാര്യങ്ങൾ വന്നപ്പോൾ സർക്കാർ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ അറിവോടെയും അനുമതിയോടെയും ആകണമെന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ സർക്കാരിന് ഏകപക്ഷീയമായി നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് സർക്കാരിൻ്റെ അഭിപ്രായം സുപ്രീം കോടതി അറിയിക്കുന്നു. ഒരു പെറ്റീഷനിൽ സുപ്രീം കോടതി ആനുകൂല്യം നൽകിയിട്ടുണ്ട്. അത് എല്ലാവർക്കും നൽകണമെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. ആ കാര്യം സുപ്രീം കോടതി അറിയിച്ച് സ്വാഭാവികമായും സുപ്രീം കോടതി അംഗീകരിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ആ അനുമതിയോടെ നടപ്പാക്കണമെന്നാണ് സർക്കാർ കരുതുന്നത്. അല്ല, ഇത് എല്ലാ വിഭാഗം ആളുകളും ഇക്കാര്യത്തിൽ പരാതിയുള്ളവരാണ്. നേരത്തെ തന്നെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ നിരവധി പെറ്റീഷനുകൾ, സുപ്രീം കോടതിയുടെ മുന്നിലുള്ള പെറ്റീഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള നിരവധി പെറ്റീഷനുകൾ പോകുന്നുണ്ടായിരുന്നു. അത് നൂറുകണക്കിന് ആളുകൾ ഇതിൻ്റെ മുന്നിൽ പോയിട്ടുണ്ട്. അതിൽ പ്രൈവറ്റ് മാനേജ്മെൻറ്റുകളുണ്ട്, മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരും പോയിട്ടുണ്ട്. ഇവരെല്ലാം സ്വാഭാവികമായിട്ടും സർക്കാരിനെ സമീപിക്കുമല്ലോ. പക്ഷേ സർക്കാർ ആ കാര്യത്തിൽ ഏകപക്ഷീയമായൊരു നടപടി എടുക്കുന്നതിന് തടസ്സമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാടെടുത്തത്. ഇത് എല്ലാവരുടെയും ഒരാവശ്യമാണ്. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. SIT ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ പ്രവർത്തനം നടക്കട്ടെ. അവരുടെ പ്രവർത്തനം നടന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തോടെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ആശങ്കയും വേണ്ടതില്ല. നല്ല അന്വേഷണം നടക്കും. ആ അന്വേഷണം നടന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അല്ല, അത് അന്വേഷണം കഴിഞ്ഞാലല്ലേ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് മുമ്പ് എന്തിനാണ് നമ്മൾ വിധി എഴുതാൻ പോകുന്നത്? അന്വേഷണം നടന്ന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരട്ടെ. അതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം. അല്ല, സർക്കാരല്ല ഇപ്പോൾ വിലയിരുത്തൽ പറയേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു കമൻറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ അത് ചോദ്യം ചെയ്യില്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ചോദ്യം പോയിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണല്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മാത്രമാണ് ഉറപ്പാക്കേണ്ടത്. അന്വേഷണം കൃത്യമായി നടക്കണം. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ശേഷം എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ട് ആരൊക്കെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ബലം കണിഞ്ഞോ ബലം കണിയാതെയോ ജയിലിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം. അതല്ലേ നല്ലത്. അതിനെന്തിനാണ് ഇത്ര ധൃതിപ്പെടുന്നത്? അല്ല, ഞാനീ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല ആ ചോദ്യത്തിൽ. അല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സംവിധാനം ഒരുക്കിയല്ലോ. ആ അന്വേഷണം നടക്കട്ടെ. അതിനുശേഷം കാര്യങ്ങൾ പറയാം. അതാണ് നല്ലത്.